പുനരുത്ഥാനം മിഥ്യയും യാഥാർത്ഥ്യം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച്, ഉയർപ്പിനെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുള്ളവരുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെണീറ്റു എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് മിഥ്യയാണ്, ഇത് യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെ അകലെയാണ്, ഇത് വെറും കെട്ടുകഥയാണ് എന്ന് പറയുന്നവരുമുണ്ട്. ഈ ക്രൈസ്തവ സഭയിൽ തന്നെ പല വിശ്വാസികളുമായും അല്ലെങ്കിൽ പല മത നേതാക്കളുടെ പ്രവൃത്തി കാണുമ്പോഴും അവർക്ക് ആ ഒരു പുനരുത്ഥാനത്തിൻ്റെ അനുഭവവേദ്യമായിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്നേരം ഇതിനെക്കുറിച്ച് ഒരു 40ഓളം വർഷം ഒരു പൗരോഹിത്യ വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു പുരോഹിതനായിരുന്ന അങ്ങയുടെ ഒരു അഭിപ്രായവും അനുഭവവും ഒന്ന് വിശദീകരിക്കാം. എനിക്ക് ആദ്യമായിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നത് ക്രിസ്തീയ വിശ്വാസ പ്രമാണത്തിൻ്റെ സ്ഥിരകേന്ദ്രമാണ്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് യാഥാർത്ഥ്യമല്ല എങ്കിൽ നമ്മുടെ വിശ്വാസം തികച്ചും വൃഥായാണ്. അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തെയാണ് നാം കൈകാര്യം ചെയ്യുന്നത്. ഈ സംഭാഷണത്തിൽ കൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഹൃദയവേദന ഇത്രമാത്രം മഹനീയമായ ഒരു അനുഭവത്തെ, ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ വളരെയധികം അർത്ഥശൂന്യമാക്കുകയും അലങ്കോലപ്പെടുത്തുകയും ചെയ്ത് അത് ഒരു കച്ചവടച്ചരക്ക് പോലെ ഉപയോഗിക്കുന്നത് ഞങ്ങൾ അനുഭവിക്കുന്ന ഹൃദയവേദന കൊണ്ട് മാത്രമാണ്. ഒരു വിധത്തിലും ഈ വിഷയത്തെപ്പറ്റി ഭാഷയ്ക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ബഹുമാനത്തോടുകൂടെ അല്ലാതെ പരാമർശിക്കുവാൻ എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഏവരും ഈ ഒരു സാധ്യതയെ വളരെ ബഹുമാനത്തോടെ, ഭയഭക്തിയോടെ പരിഗണിക്കണം എന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഒരു പ്രത്യേകമായ ഒരു വ്യത്യാസത്തെ സൂചിപ്പിക്കേണ്ട അത്യാവശ്യമുണ്ട്. നമ്മുടെ സഭാ ജീവിതത്തിൽ നാം ഇന്നുവരെ കേട്ടിട്ടുള്ള പ്രബോധനങ്ങളിൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് പെട്ടെന്നൊരു ചാട്ടം ചാടുന്നത് നിങ്ങൾ മരണാനന്തരം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. ഇവിടെ തന്നെ ഒരു വലിയ വഞ്ചന, ഒരു വലിയ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. കാരണം യേശു ഉയർത്തെഴുന്നേറ്റത് ഈ ഭൂമിയിൽ വെച്ചാണ്, ചരിത്രത്തിൻ്റെ ഈ അവസ്ഥയിൽ വെച്ചാണ്. അത് മരണത്തിന് ശേഷമൊന്നുമല്ല, ഇവിടെ വെച്ചാണ്, ഭൂമിയുടെ പരപ്പിൽ വെച്ചാണ്. അത് നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ആ സത്യം എന്താണ് എന്ന് സൂചിപ്പിക്കാൻ സുവിശേഷത്തിൽ സഹായകരമായൊരു സംഭവമുണ്ട്. അത് അപ്പോസ്തോലന്മാരിൽ അഗ്രഗണ്യനായ യേശു തന്നെ അംഗീകരിച്ച പത്രോസിൻ്റെ അനുഭവമാണ്. യേശു പ്രവചിച്ചതുപോലെ പത്രോസ് 3 തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞു. അവൻ വാസ്തവത്തിൽ ഒരു ശിക്ഷ എന്ന നിലയിൽ മരിച്ചുപോയി. അവൻ്റെ ഹൃദയം തകർന്നു പോയി. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 72-ാം വാക്യം പറയുന്നത്, അവൻ വെളിയിൽ പോയി ദുഃഖത്തോടെ കരഞ്ഞു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹി വെപ്റ്റ് ബിറ്റർലി. മരിച്ചാൽ എങ്ങനെയാണ് വിലപിക്കുന്നത് അതുപോലെ അവൻ വിലപിച്ചു. പക്ഷേ അതേ പത്രോസ് ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആത്മീയമായ അർത്ഥത്തെ അനുഭവത്തിൽ അറിഞ്ഞതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ എന്താണ് കാണുന്നത്? അവൻ വീണ്ടും അതുല്യനായ ഒരു ആത്മീയ വ്യക്തിത്വം കാഴ്ചവെക്കുകയാണ്. അവൻ വീണ്ടും ആത്മീയമായ നേതൃത്വത്തിൽ തുടരുകയാണ്. അതൊരു പുനരുത്ഥാനത്തിൻ്റെ അനുഭവം തന്നെയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, സഭകൾ ഒരിക്കലും നമ്മെ പറഞ്ഞ് മനസ്സിലാക്കാത്തത്, നാം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ട ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. അല്ലാതെ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞ് ഇവിടെയോ അങ്ങ് യോർദാനക്കരെ പോയി കഴിയുമ്പോൾ അത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നാം ഈ ഭൂമിയുടെ പരപ്പിൽ അനുഭവിക്കാത്തതൊന്നും മരണാനന്തരം അനുഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ദയവായി ഇത് എല്ലാവർക്കും സാധ്യമായ ഒരു അനുഭവമാണ്. എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഞാൻ
സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ചുമതല ഏറ്റെടുത്ത ശേഷം ക്രിസ്തീയ സ്റ്റുഡൻസിന് നിയമം അനുവദിക്കുന്ന റിസർവേഷൻ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ ഭാരതത്തിലെ വർഗത്തിൽപ്പെട്ട വലിയ വലിയ ആളുകൾ എനിക്കെതിരെ തിരിയുകയും എന്നെ വല്ല വിധേനമാവുന്ന അവിടെ നിന്ന് പുകച്ച് ചാടിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്ത് പല തന്ത്രങ്ങൾ പ്രയോഗിച്ചു. അതിലൊന്ന്, എൻ്റെ ഡിഗ്രി വാലിഡ് അല്ല, അതിന് വിലയുള്ളതല്ല എന്ന ഒരു പ്രസ്താവന. അത് പത്രക്കാരെ കൊണ്ടല്ല ചെയ്യിച്ചത്, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ്റെ സെക്രട്ടറി ആയിരുന്ന ഒരു IAS ഓഫീസർ, അദ്ദേഹം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു, ഫോർമർ സ്റ്റുഡൻ്റായിരുന്നു, അയാളെ കൊണ്ട് പറയിച്ചു. അങ്ങനെ വന്നപ്പോൾ എനിക്കറിയാം ഭാരതത്തിൽ വിദ്യാഭ്യാസത്തെപ്പറ്റി ആത്യന്തികമായ വാക്ക് UGCയുടേതാണ്. അതുകൊണ്ട് ഞാൻ ആ പദവിയിൽ തുടരുന്നത് ശരിയല്ല എന്ന് പെട്ടെന്ന് തീരുമാനിച്ച് ഇത് പത്രത്തിൽ വന്ന ആ നിമിഷം തന്നെ ഞാൻ പോയി ബിഷപ്സ് ഹൗസിൽ പോയി എൻ്റെ രാജി സമർപ്പിച്ചു. ഞാൻ രാജിവെച്ച് കേരളത്തിൽ തിരിച്ചെത്തി. അപ്പോൾ അതോടുകൂടെ എൻ്റെ കഥ കഴിഞ്ഞു എന്നാണ് ഞാൻ പോലും വിചാരിച്ചത്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു സംഭവത്തിൽ എൻ്റെ ഡിഗ്രി തന്ന യൂണിവേഴ്സിറ്റിക്ക് അപമാനം വന്നതുകൊണ്ട് അവർ UGCയിൽ പരാതിപ്പെട്ടു. അതുകൊണ്ട് UGC ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. അത് 3 അംഗ കമ്മീഷനായിരുന്നു. അത് നന്നായി എൻക്വയറി നടത്തി ഈ പ്രസ്താവന തികച്ചും തെറ്റാണെന്നും എൻ്റെ ഡിഗ്രി 100% വാലിഡ് ആണെന്നും റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ UGC സെക്രട്ടറിയുടെ ജോലി പോയി. അതിനുശേഷമാണ് എനിക്ക് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ വീണ്ടും ഒരു പ്രിൻസിപ്പളായി തിരിച്ചു പോകാൻ നോക്കുന്നത്. അതെൻ്റെ ഒരു വാസ്തവത്തിൽ അതൊരു പുനരുത്ഥാനത്തിൻ്റെ അനുഭവം തന്നെയാണ്. ഞാൻ മരിച്ചവനായിരുന്നു. എന്നാൽ എൻ്റെ ശവകുടീരത്തിൻ്റെ വാതിൽ തുറന്നൊരു ദൈവത്തെ അനുഭവത്തിൽ കൂടി എനിക്ക് സാക്ഷീകരിക്കാൻ കഴിയും. അപ്പോൾ ഇത് കടങ്കഥയൊന്നുമല്ല, ഇത് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഉന്നത പദവിയിൽ എത്തിച്ചു നമ്മളെ. ഇന്ത്യയിലെ നമ്പർ 1 കോളേജാക്കി അതിനെ ഉയർത്താൻ ദൈവം എന്നെ സഹായിച്ചു എന്നത് എൻ്റെ സാക്ഷ്യമാണ്, അവകാശവാദമൊന്നുമല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ലഘൂകരിക്കുകയും ഇങ്ങനെയുള്ള സാധ്യതകളെ മുഴുവനും മറച്ചിട്ട് ഈസ്റ്റർ അപ്പോ ഇറച്ചിക്കറിയുമായിട്ട് മാറ്റുകയും ചെയ്താൽ എങ്ങനെ സഹിക്കും? ഇത് നാം മനസ്സിലാക്കണം. നാം ചെയ്യുന്നത് എന്താണ്? ഇത്ര വലിയ 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 ഒരു പൈതൃകം, ഇത്ര വലിയ സാധ്യത, ലോകത്തിലെ അത്ഭുതങ്ങളിൽ അത്ഭുതം നമ്മളിട്ട് ചവിട്ടി മെതിച്ച് കപ്പലണ്ടിക്ക് വേണ്ടി നമ്മളത് കുട്ടിച്ചോറാക്കുക. അയ്യോ, സഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അത് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം എന്ന ഒരു പുനരുത്ഥാനത്തിന്റെ ആ ഒരു അനുഭവം സ്വയം അനുഭവവേദ്യമാകുവാൻ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവം ഉണ്ടാവും. ആ ഒരു പ്രത്യാശ, ആ ഒരു അനുഭവത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുക എന്ന ഒരു സന്ദേശമാണ്. വേറൊരു കാര്യം കൂടെ പറയേണ്ടത്, ഇപ്പം നമ്മുടെ കേരളത്തിലെ ആത്മഹത്യ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. എത്രയോ സംഭവം I2I കൂടെ തന്നെ പല സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന കേരളത്തിലാണ്. നാഷണൽ ആവറേജിൻ്റെ 3 ഇരട്ടി കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് പ്രത്യാശ നശിക്കുമ്പോൾ മാത്രമാണ്. വാസ്തവത്തിൽ ഈസ്റ്റർ പോലെ യേശുവിൻ്റെ പുനരുത്ഥാനം അല്ലെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്ന ദൂതെന്താണ്? മനുഷ്യൻ്റെ പ്രത്യാശ ഒരിക്കലും അവസാനിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യൻ്റെ പ്രത്യാശ മരിക്കരുത്. ലോകം മുഴുവനും കത്തിപ്പോയാലും നിന്റെ പ്രത്യാശ നശിക്കരുത്. അത് നശിക്കാതിരിക്കാനുള്ള മാറ്റമില്ലാത്ത അടിത്തറ ഇതാ ദൈവം ഇടപെട്ട് പണിതിരിക്കുന്നു എന്നതാണ് ഈ സംഭവത്തിൻ്റെ അർത്ഥം. ആ സംഭവത്തിൻ്റെ അർത്ഥത്തെ അത് അർഹിക്കുന്ന പ്രാധാന്യത്തിൽ, അതിൻ്റെ വ്യക്തതയിൽ കേരള സമൂഹത്തിന് സാക്ഷീകരിക്കുന്നതിൽ കേരളത്തിലെ സഭകളും വിശ്വാസ സമൂഹവും അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് ദുഃഖത്തോടെ നാം, ലജ്ജയോടെ നാം തിരിച്ചറിയണം. ഇത് നാം പള്ളിക്കകത്ത് നടത്തുന്ന ചില ക്രിയകളും പിന്നെ ഇപ്പോൾ തെരുവീതിയിൽ കൂടെ കർത്താവിനെ എടുത്തുകൊണ്ട് നടക്കുന്നു ഈ അർത്ഥശൂന്യമായ പരിപാടികൾ. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു ചെന്ന് അവിടെ ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന ഈ ആത്മീയ സത്യത്തിൻ്റെ പ്രസക്തി മനുഷ്യരുടെ അനുഭവത്തിൽ കൂടെ ഒന്ന് തെളിയിച്ചു കാണിക്കുവാൻ സഭകളൊന്ന് കൂട്ടാക്കിയിരുന്നെങ്കിൽ
എത്രയോ വലിയ അത്ഭുതങ്ങൾ നടക്കുമായിരുന്നു അവിടെ. ഈ ഒരു പുനരുത്ഥാനത്തിൻ്റെ ഒരു അനുഭവം ഓരോ ക്രൈസ്തവ വിശ്വാസിക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.